ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പില്ലർ നമ്പർ 30 എന്ന് പറഞ്ഞു ഡൊമസ്റ്റിക്കിൽ. ഇന്റർനാഷണലിന് ഇപ്പോൾ ട്രിപ്പ് കുറവായിരിക്കും ഇനി. അപ്പോൾ ഏതായാലും 2 ദിവസം നാട്ടിൽ പോയി നിൽക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് കയറാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. ഇപ്പം നമ്മൾ പില്ലർ നമ്പറിൻ്റെ അവിടെ എത്തിയിട്ടോ. ഈ മുന്നിൽ കാണുന്ന വണ്ടിയാണ് നമ്മളെ CNG ലോഡ് കേട്ടോ. ഇത് നിങ്ങൾ ചിലപ്പോൾ റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടികൾ കാണും. ഇത് CNG ലോഡാണ് കേട്ടോ. അപ്പോൾ ഓരോ പമ്പുകളിലേക്ക് CNG ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. റോഡ് മൊത്തം പൊളിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ സർവീസ് റോഡ് കൂടെ ഇപ്പോൾ പോകുന്നത്. നേരെ പോയാൽ പാലക്കാട്, കോയമ്പത്തൂർ, അതേപോലെ ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന റോഡാണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ടോൾ ഉണ്ട്. ടോൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് എടുക്കണം. തൃശ്ശൂർ പോവുകയാണ്. അപ്പോൾ ബാക്കിലോട്ട് പോയാൽ കന്യാകുമാരി, അതേമാതിരി നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെ പോവും. ഇതാണ് നമ്മളെ പാലിയേക്കര ടോള്. ഇവിടെ നമുക്ക് 90 റുപ്യാണ് ഫാസ്ടാഗിൽ പോവുക, അല്ലെങ്കിൽ ഡബിൾ കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ലെഫ്റ്റ് പോകും. അപ്പം അങ്ങനെ ഓപ്പണായി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി കുറച്ചൊരു 100 മീറ്റർ 200 മീറ്റർ പോയ ഉടനെ തന്നെ നമുക്ക് ലെഫ്റ്റ് തിരിയണം. തൃശ്ശൂരിക്കുള്ള റോഡാണ്, സർവീസ് റോഡ് കാരണം ഇവിടെ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി. തൃശ്ശൂർ നമ്മളെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിയണം. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് നമ്മളെ ഡ്രോപ്പ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തി. ഇത് നേരെ പോയാൽ ഒരു 200 മീറ്റർ പോയാൽ നമ്മളെ ഡ്രോപ്പ് ലൊക്കേഷൻ എത്തും. ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ പറയാം. ഇറങ്ങിയിട്ട് ഞാൻ ഗൈഡ് ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. ഞാൻ ഗൈഡ് ചെയ്യാം. അല്ല, കുറച്ച് വഴി അത്ര വലിയ വീതിയുള്ള വഴിയല്ല. അപ്പോൾ ഗസ്റ്റിൻ്റെ വീട്ടിലോട്ട് റിവേഴ്സ് എടുത്ത് പോകണം. അതാണ് ഗസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക് റിവേഴ്സ് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാക്ക് റിവേഴ്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് ഷൊർണൂർ വഴി പോവാണ്. അതിൻ്റെ അടിയിൽ തിരുവമ്പാടി ക്ഷേത്രം കാണണം. അങ്ങനെ നേരെ നമ്മൾ ഷൊർണൂർ വഴി
പെരിന്തൽമണ്ണ വഴി നമ്മളെ നാട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തിരുവമ്പാടി ക്ഷേത്രം കാണാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഷൊർണൂർ വഴി പട്ടാമ്പി വഴി നാട്ടിലേക്ക് പോവാണ്. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാണ് നമ്മളെ തിരുവമ്പാടി ക്ഷേത്രം. നമ്മൾ രാത്രിയൊക്കെ ഇതിലെ പാസ് ചെയ്യുമ്പോഴേ കാണാറുള്ളൂ. പക്ഷെ ഇപ്പൊ കണ്ടോളി, ഇതാണ് തിരുവമ്പാടി ക്ഷേത്രം. നമ്മള് രാത്രി ഇതിലെ പാസ് ചെയ്യുമ്പോ കാണാറുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഷൊർണൂർ എത്താനായിട്ടുണ്ട്. ഷൊർണൂർ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി വലതുവശത്തൂടെ ട്രെയിനൊക്കെ പോണത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അങ്ങനെ നമ്മൾ പട്ടിക്കാട് റെയിൽവേ ഗേറ്റിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ പട്ടിക്കാട് എത്തി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലത്തിൻ്റെ. അപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രങ്ങാനും വണ്ടികളുണ്ടാരോ. പിന്നെ ഈ റോഡ് വളരെ വീതി കുറവാണ്. അങ്ങനെ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.